ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ കങ്കുവ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാസത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇതാണ്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ റിട്ടൺ, ഡയറക്റ്റഡ് ആൻഡ് സ്റ്റോറി ബൈ ശിവയാണ്. നമുക്ക് പറയാം കേട്ടോ അതിനെപ്പറ്റി. പ്രൊഡ്യൂസ്ഡ് ബൈ KE ജ്ഞാനവേൽ രാജ, അതായത് സ്റ്റുഡിയോ ഗ്രീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി വെട്രി പളനിസ്വാമി. എഡിറ്റഡ് ബൈ നിഷാദ് യൂസഫാണ്. നിഷാദ് യൂസഫിൻ്റെ അവസാനത്തെ സിനിമയാണ്. ആൻഡ് വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു ഗംഭീര എഡിറ്ററിനെ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. മ്യൂസിക് ബൈ ദേവി ശ്രീ പ്രസാന്ത്. നമ്മുടെ തെക്ക് ജില്ലേൻ്റെയൊക്കെ പുള്ളിയാണ് മ്യൂസിക് ഡയറക്ടർ. തെലുങ്ക് മ്യൂസിക് ഡയറക്ടറാണ്. ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പരിപാടി, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ സത്യം പറഞ്ഞാൽ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ആൾക്കാരാണ്. ഗംഭീരമായിട്ട് ആർട്ടിൻ്റെ ആൾക്കാർ ഗംഭീര പണിയാണ് സിനിമയിൽ എടുത്തിരിക്കുന്നത്. മൈന്യൂട്ട് ഡീറ്റെയിലിങ്സ് തൊട്ട് സകല സാധനങ്ങളും വളരെ വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഗംഭീരമായിട്ടുണ്ട്. VFX ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്ത ബഡ്ജറ്റിൽ അവരെ മാക്സിമം, അത് നിങ്ങൾ ആരും ഇനി എന്ത് പറഞ്ഞാലും ആ കൊടുത്ത കാശിന് അവന്മാർ അതിൻ്റെ അപ്പുറം പണി ഈ പടത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് നല്ല കാര്യം, ഡെഫിനറ്റ്ലി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സൂര്യയാണ്. സൂര്യയുടെ സ്ക്രീൻ പ്രസൻസും പുള്ളി കങ്കുവ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ കൊടുത്തിരിക്കുന്ന ഒരു റോ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെങ്കിലും, പുള്ളിയുടെ ഒരു വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു വാറിയർ, ഒരു ലീഡർ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഗംഭീരമായിട്ട് പുള്ളി ആ ഒരു ക്യാരക്ടറിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ അച്ഛനായിട്ട്, അതായത് കങ്കുവ എപ്പിസോഡിലുള്ള കുറേ ആൾക്കാരുണ്ട്, അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ബോബി ഡിയോളൊക്കെ പാവം ബോബി ഡിയോൾ പിന്നെ നോക്കുമ്പോൾ ആൾക്കാർ ബോബി ഡിയോളിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത വിജയ് പടത്തിൽ ബോബി ഡിയോളുണ്ട്, വില്ലനായിരിക്കും. പുള്ളിയുടെ രീതിയിൽ ഞാൻ പറയില്ല, ഹിന്ദിക്കാരനാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഫീലും ഇതൊന്നും കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ എക്സെൻട്രിക് ആൻഡ് റോ ആയിട്ടുള്ള ഒരു ആൾ വേണം ഇത് ചെയ്യേണ്ടത്. അതായത് പക്ക ആ ഒരു വില്ലനിസമൊക്കെ വരണമായിരുന്നു. ഇത് പുള്ളി മറ്റേ നല്ല രീതിയിൽ ഡബ് ചെയ്ത പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഡബ്ബിങ് ആരാണോ അത് ചെയ്തത്, ആരാണെങ്കിലും ഗംഭീര പണി അങ്ങേര് ചെയ്തിട്ടുണ്ട്. ബോബി ഡിയോൾ പണി എടുത്തില്ലെങ്കിലും പിന്നെ പുള്ളിയുടെ രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ, അതായത് ഈ സിനിമ നല്ലതാക്കാൻ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആ ഒരു ഗെയിം ഓഫ് ത്രോൺ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു 5 ഐലൻഡും അതിൽ പല ട്രൈബ്സും അവരുടെ അങ്ങോട്ടുള്ള കോൺഫ്ലിക്റ്റും, പിന്നെ പോർച്ചുഗലോ ഏതോ സായിപ്പന്മാർ നങ്കൂരോ ഇട്ടുകൊണ്ട് അവിടെ കുറേ കപ്പലിൽ കിടക്കണ്, ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ വയ്യാതെയൊക്കെ. എന്നിട്ട് അവരെങ്ങനെയെങ്കിലൊക്കെ ഇതിലോട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ളൂ. ഈ സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 സാധനം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ കങ്കുവ പോർഷൻ തുടങ്ങിയിട്ട് സൂര്യ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ഫൈറ്റും അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ടോ, അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഗ്രിപ്പ് പോയി കയ്യിൽ നിന്ന്. പിന്നെ മാറ്റാതെ തന്നെ ശിവര സ്ഥിരം പാസം ഒരു ചെറുക്കനു എനിക്ക് എന്തിനാണ് ഈ നല്ല കഥയായിരുന്നു കാര്യമായിട്ട്. ആ ട്രൈബ്സും തമ്മിലൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉള്ള. പിന്നെ സെക്കൻഡ് ഹാഫിൽ യാതോ കാട്ടിൽ പോയി കിടന്നിട്ട് എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൊബൈൽ ഫോണൊക്കെ ഉണ്ട്. ആ വഴി പുള്ളിയെ വിളിക്കാം, കങ്കുവേനെ. ഒരു ഡയലേ ഉള്ളൂ, ആ ഡയൽ ചെയ്ത് പുള്ളി മോട്ടിവേറ്റ് ചെയ്ത് വിടും. അങ്ങനെയൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല ആ സീനൊന്നും. ക്ലൈമാക്സ് ഒരു 45 മിനിറ്റ് എന്തോ ഉള്ള ഒരു ഫൈറ്റ് ഇടയി. അത് മറ്റേ പുതിയ 2024 1770 2024 എനിക്ക് ഞാൻ പറയാം, പടത്തിന് ആ ഒരു കങ്കുവ പോർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്നത്. ഞാൻ പറയും, ഈ പുള്ളിയെ ഒരു കൊങ്ങയ്ക്ക് പിടിച്ച് കൊല്ല അറിഞ്ഞൂടാത്ത വില്ലനട ഇനിയൊക്കെ ഭയങ്കര മുറുവലൊക്കെയാണ്. ഒരു തന്നെ കൊങ്ങയ്ക്ക് പിടിച്ച് കൊല്ല അറിഞ്ഞൂടെ. ഞാൻ പറയും, ഡയറക്ഷൻ വൈസ് ഈ പടം എടുത്ത് വെച്ചേക്കണത് ഞാൻ പറയും ചില മൂമെന്റ്സ് നൈസായിരുന്നു. ആ കങ്കുവരെ ഫസ്റ്റ് പോർഷനും പിന്നെ അങ്ങോട്ട് ഞാൻ പറയില്ലേ, സ്ഥിരം സാധനം തന്നെ പാസം ഒരു ചെറുക്കൻ എന്തിനാണെങ്കിൽ അത് നല്ല ശ്വാഗമായിരുന്നു. പിന്നെ സിനിമയിൽ തുടക്കം ഒരു ഒരു 20 മിനിറ്റ് വെറുപ്പിച്ചിട്ട് ദിശാ പട്ടാണിയും യോഗി ബാബുവും സൂര്യയും എല്ലോണവും കൂടെ മനുഷ്യനെ ഇട്ടിട്ട് എന്തൊരു വധം വരുന്നത്. കട്ട ഒരുമാതിരി മീൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കങ്കുവ പോർഷൻ കാണുന്നത്. അത് അപ്പം നമുക്കൊരു തോന്നുന്നു, കൊള്ളാം, പടം കയറി. പിന്നെ സെക്കൻഡ് ഹാഫ് തീറ്റം.
അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ബഹളവും വെടിവെപ്പും വെടിവെപ്പൊക്കെ ഉണ്ട്, വെടിവെപ്പും മറ്റവിടെ വമ്പും വില്ലും ഉണ്ടം കോളയും അങ്ങനെയൊക്കെ ഒരു പടം. എന്നിട്ട് ലാസ്റ്റ് ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫേവർ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ക്യാമിയോ. പടം തന്നെ നല്ല കത്തിപ്പടം. ഒരു വെടിയുണ്ടയൊക്കെ ഒരു വെടിയുണ്ടയൊക്കെ ബഹുമാനം കൊടുത്തേ. ഈ വെടിയുണ്ടയൊക്കെ കയറി എന്നിട്ട് ഓടാണ്, ചാടാണ്, ബൈക്കിൽ കൂടെ പറക്കാണ്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ബാക്ക് ഡോർ അടയ്ക്കൂല. അത് എന്തിനാണത്? ഏത് ഫ്ലൈറ്റ് അടയത്? അത് അടച്ചാൽ തീരണ പ്രശ്നമേ ഉള്ളൂ. പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ഈ പക്കാ മാസ് മസാല ഐറ്റം ഇല്ലേ, അത് തന്നെ. വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. ഞാൻ പറഞ്ഞ നല്ല പടം ആക്കായിരുന്നു. കാര്യവരും പറയണത് ഇത് നല്ലതാക്കായിരുന്നു ഈ സിനിമയെ. കുറച്ച് ഞാൻ നമ്മൾ നിങ്ങൾ പറയുമായിരിക്കും ഇങ്ങനത്തെ പടത്തിൽ ലോജിക്ക് നോക്കില്ല, പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു ഈ പടത്തിന് നന്നായി ഈ പാസവും കൂസവും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ട്രൈബിൽ തമ്മിലുള്ള ഒരു അടിയും ഈ സായിപ്പന്മാർ അവന്മാരെ ചൊറിയും അങ്ങനെയൊക്കെ ഒരു പൊളിറ്റിക്സ് ഒക്കെ കാണിച്ചിരുന്നത്. എന്തായാലും ഗെയിം ഓഫ് ത്രോൺസും എക്സ്മെനും എക്സ്മെനെ കൊണ്ട് ആ സൂര്യ ഇത് ചെയ്തതുകൊണ്ട് നമുക്കിരുന്ന് കാണണം. നമുക്ക് ആണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി. പുള്ളി ചെയ്തതുകൊണ്ട് കണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാണോ വരും, ഇപ്പോൾ കുറേ എണ്ണം ഇപ്പോൾ എടുക്കും കുറ്റിയും പറിച്ചുകൊണ്ട് കമൻറ്റ് വന്നിട്ട് വാരസ് ഇഷ്ടപ്പെട്ടവനായിരിക്കും ഇതിൻ്റെ കുറ്റം പറയാനാണ്. എനിക്ക് വാരസ് ഇഷ്ടപ്പെട്ടു, നീ പോയി ക്യാസ് വിടറേ, നീക്കൊക്കെ പോയി ക്യാസ് വിട്. ഇവിടെ കാര്യം നിന്നെയൊക്കെ പോലെ തന്നെ എനിക്ക് ഈ പറയണ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ആ വാരണം 1000 ഒക്കെ ഞാൻ തിയേറ്ററിൽ പോയി 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരല്ലേ. ജയ് ഭീം കിടിലം പടം, സൂര്യ റിപ്പോർട്ടർ സൂപ്പർ. ആ റോളക്സ് ആയിട്ട് വന്ന എത്രയും പെട്ടെന്ന് സൂര്യയുടെ അടുത്ത് പറയാനുള്ളത് ആ റോളക്സ് ചെയ്യാനാണ്. പിന്നെ ഞാൻ പറയാം, എനിക്ക് ഈ പടം എന്ന് പറയും, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സൂര്യയുടെ പടം ആ പറയണ കാർത്തിക് സുബ്ബരാജിൻ്റെ സിനിമ. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലപോലെ സിനിമ പിടിക്കാൻ അറിയണവർ തന്നെയാണ് അവൻ നല്ല കിടലായിട്ട് എടുക്കും. നിങ്ങൾ കണ്ടോ? പക്ഷേ ഞാൻ പറയാം, ഡയറക്ഷനിൽ ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമുക്ക് ആ അവസാന സീക്വൻസ് ഒക്കെ നിപ്പിൽ കടലിൽ നിന്ന് ഒരുത്തം വരണം, എടുത്തുകൊണ്ട് പോണ്, അവൻ കടലിൽ നിന്ന് കരയിൽ നിന്ന് കടലിലോട്ടെത്തുന്നു. എങ്ങനെ ഒരു കണ്ടിന്യൂറ്റി, ഒരു ഒഴുക്കും ഒരു ഫ്ലോയും ഒന്നുമില്ലാത്തൊരു പടം എടുത്ത് വെച്ചേക്കണം. സൂര്യ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. എന്തിനാണെങ്കിലും അതാണ് എനിക്ക് കങ്കുവയെ പറ്റി പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ പടം വർക്കാവും. ഞാൻ ഒരിക്കലും ഇതിന് ഭയങ്കര വധം എന്നൊന്നും പറയണില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ദർ ആർ പീപ്പിൾ ഹൂ വുഡ് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് പടം. അതായത് ഇങ്ങനത്തെ പാസവും അതൊക്കെ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ സിനിമ ഡെഫിനറ്റ്ലി ടിക്കറ്റ് എടുത്ത് പോയി കാണാം. ഇത് തിയേറ്റർ വെറുത്ത് പടം തന്നെയാണ്. VFXും ബഹളവും 3D ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ചിട്ടുള്ളൊരു തിയേറ്റർ അനുഭവം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. എന്തായാലും എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറയണ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും എന്താണ് അവരെ ആസ്വാദന പരിപാടിയൊന്നും എനിക്കിവിടെ പറയാൻ പറ്റൂലടേ. ഐ ആം വെരി സോറി. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്ലീസ് ഗോ വാച്ച് ദിസ് മൂവി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്കാവും. എത്രയും പെട്ടെന്ന് സൂര്യ എടുത്ത് പറയാനുള്ളത് റോളക്സ് ഡേറ്റ് കൊടുക്കുക. ബിക്കോസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണ ഒരു സാധനം അതും കാർത്തിക് സുബ്ബരാജിൻ്റെ പടമാണ്. എനിക്ക് ഞാൻ എക്സൈറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു 2 സൂര്യ പ്രോജക്റ്റ് അതാണ്. ഇതെനിക്ക് പ്രതീക്ഷയാണ്. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാൻ, ട്രെയിലറിൽ എന്താണ് നിങ്ങൾ കണ്ടത് അത് നിങ്ങൾക്ക് പടത്തിലുണ്ട്. ട്രെയിലറിൽ നിങ്ങൾ സാധനം കൺവേ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ഡൺ ജസ്റ്റിസ് ടു ദ ട്രെയിലർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ഫസ്റ്റ് 20 മിനിറ്റ് നിങ്ങൾ സഹിക്കണം. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയ പിന്നെ അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കങ്കുവ പരിപാടി. എന്തിനാണെങ്കിലും കൊള്ളാടെ. അതാണ് എനിക്ക് പറയുള്ളത്. ഞാൻ പോണം. ബൈ.